Good morning, students. Classification of series, that is individual, discrete and continuous series. We already studied equations of individual series and discrete series. Once more I explain to you. First one is individual series. Individual series ന്റെ പ്രത്യേകത എന്താണ്? ഫ്രീക്വൻസി ഉണ്ടായിരിക്കത്തില്ല. സോ അതിൻ്റെ ഇക്വേഷൻസ് കാണുമ്പോൾ അറിയാം അവിടെ ഫ്രീക്വൻസിയുടെ ഒരു ലെറ്റർ അവിടെ കാണുന്നില്ല. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ ഇതാണ്: എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഷോർട്ട് കട്ട് മെത്തേഡ് ആണെങ്കിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ രണ്ട് കേസസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഫ്രീക്വൻസി തന്നിട്ടില്ല. സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രത്യേകത എന്താണ്? ദർ ഈസ് ഫ്രീക്വൻസി ബട്ട് നോ ക്ലാസ് ഇൻ്റർവെൽസ്. അപ്പോൾ അവിടെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിനെ അപേക്ഷിച്ച് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഇക്വേഷൻസ് സെയിം ആണ്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഫ്രീക്വൻസി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും രണ്ട് മെത്തേഡ്സാണ് നമ്മൾ പഠിക്കാനുള്ളത്: ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. അതുപോലെ തന്നെ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം അസ്യൂംഡ് മീൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ. Next we are going to study what is continuous series. Continuous സീരീസിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് അതിൻ്റെ അകത്ത് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്ലാസ് ലിമിറ്റ്സും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. ഫ്രീക്വൻസീസ് ആർ ഗിവൺ എലോങ് വിത്ത് ദി വാല്യൂ ഓഫ് വേരിയബിൾ ഇൻ ദി ഫോം ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ്. ഇപ്പോൾ ക്ലാസ് ഇൻ്റർവെൽസും ഉണ്ട്, ഫ്രീക്വൻസീസും ഉണ്ട്. ഇവിടെ 3 മെത്തേഡ്സ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് ഷോർട്ട് കട്ട് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ആ താഴെ തന്നിരിക്കുന്ന ടേബിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സീരീസാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന 10 to 20, 20 to 30 ആൻഡ് സോണ പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽസ് എന്നാണ് പറയുന്നത്. അതിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ കണ്ടായിരുന്നു ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 10 to 20 വരുന്ന എത്ര എണ്ണമാണ് വരുന്നതെന്ന് വെച്ചാൽ 3 നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ അതാണ് അങ്ങനെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി ഇവിടെ ലോവർ ലിമിറ്റ് എന്താണ്, അപ്പർ ലിമിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ 10 to 20 ആണെങ്കിൽ 10 ലോവർ ലിമിറ്റും 20 അപ്പർ ലിമിറ്റുമാണ്. അടുത്ത അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം മിഡ് വാല്യൂ ആണ്. നമ്മൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ അങ്ങനെ തന്നെയല്ല എടുക്കാൻ പറ്റില്ല, കാരണം അത് ക്ലാസ് ഇൻ്റർവെൽസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ കണ്ടിന്യൂസ് സീരീസിൻ്റെ അകത്ത് ക്ലാസ് ഇൻ്റർവെൽസ് തരുന്നതുകൊണ്ട് അതിൻ്റെ മിഡ് വാല്യൂ എടുത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 to 20 ആണ് ഫസ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 to 20 ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 plus 20 ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതാണ് അതിൻ്റെ ഇക്വേഷൻ. എന്ന് പറയുന്ന പോലെ തന്നെ ഓരോന്നിൻ്റെ എടുക്കണം. 10 to 20 ആണ്, 10 plus 20 by 2. സെയിം വേ 20 to 30 ആണെങ്കിൽ 20 plus 30 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം. ഒന്നിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എഫ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് എഫ് എന്നും എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി അതിൻ്റെ അകത്ത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വാല്യൂ ആണ്. അതായത് മിഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവിടെ പറയുന്നുണ്ട്, L1 + L2 ഡിവൈഡഡ് ബൈ 2. ഇനി സിഗ്മ എഫ് എന്ന് പറയുന്നത് തന്നെയാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ, അതായത് സം ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിയാണ്. സമയം മറ്റ് ഇൻഡിവിജ്വൽ സീരീസിനാണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുവാണ്, എന്നിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എൻ ആണ് ഉപയോഗിക്കുന്നത്, അത് സം ഓഫ് ഫ്രീക്വൻസിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എഫ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് മിഡ് വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്, അതായത് എഫും ഫ്രീക്വൻസിയും എക്സ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ ഓഫ് എഫ് എക്സ് എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ, അതായത് ആകെ മൊത്തം എന്നാണ് പറയുന്നത്, ആകെയുള്ള തുകയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി അരിത്തമാറ്റിക് മീൻ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ.
അവിടെ പ്രൈസും തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 15 to 18, 18 to 21, 21 to 24, 24 to 27, 27 to 30, 30 to 33 and 33 to 36. അപ്പോൾ അതിനെ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്ക്രീറ്റ് സീരീസിനും ഇൻഡിവിജ്വൽ സീരീസിനും നമ്മൾ ക്ലാസ് ഇൻ്റർവെൽസ് അവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 15 to 18, അതായത് 15 + 18 ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് 18 to 21. അപ്പോൾ 18 + 21 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ആദ്യം 15 + 18 ടോട്ടൽ ആണ്, അത് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന പോലെ തന്നെ 18 + 21 കണ്ടുപിടിക്കുക, അത് ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മിഡ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ, ആ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അത് എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ അടുത്ത് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. പ്രൈസ് തന്നിട്ടുണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെൽസ് അങ്ങനെ തന്നെ എടുത്തിട്ടിരിക്കുന്നു. സെക്കൻഡ് കോളത്തിൽ എന്ത് ചെയ്തു, പ്രൈസിൻ്റെ അതായത് ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് 16.5, 19.5, 22.5, 28.5 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് മിഡ് വാല്യൂ. ഇനി ഫ്രീക്വൻസി അത് തന്നിരിക്കുന്നതാണ്. തേർഡ് കോളത്തിൽ തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും നടത്തണ്ട. ഈ ഫ്രീക്വൻസിയാണ് എന്ത്, സിഗ്മ എഫ്, അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസിയുടെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഈസ് എഫ് ഇൻറ്റു എം. എഫ് ഇൻറ്റു എം കണ്ടുപിടിക്കുക. അതായത് എഫ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയും എം എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് എഫ് ഇൻറ്റു എം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഇൻറ്റു എമ്മിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് സിഗ്മ എഫ് ഇൻറ്റു എം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ വാല്യൂ നമുക്ക് അറിയാം 2175 ആണ് ടോട്ടൽ. ഇനി നമ്മുടെ ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് രണ്ട് ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് എം മിഡ് വാല്യൂവിന് എം എന്നങ്ങ് ഇട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ എക്സ് ഇടാം, ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സ് ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 21.75 ആണ്. ഇനി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഞാൻ ഒരു അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഇന്ന് പറഞ്ഞ ആ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിവിടെ 2 കോളംസ് തന്നിട്ടുണ്ട്, ഏജും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേഴ്സൺസും തന്നിട്ടുണ്ട്. ഏജ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് വാല്യൂ ആണ്. അപ്പോൾ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇൻ്റർവെല്ലിനെ നമ്മൾ എന്ത് ചെയ്യണം, 0 to 10, 10 to 20, 20 to 30, 30 to 40, അപ് ടു 70 to 80 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 10 എന്ന് പറഞ്ഞാൽ 0 + 10 ഡിവൈഡഡ് ബൈ 2. അതായത് എക്സിൻ്റെ ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ടേബിൾ വരയ്ക്കുക. ടേബിളിൻ്റെ അകത്ത് ഫസ്റ്റ് കോളത്തിൽ ഏജ് എന്നുള്ള ക്ലാസ് ഇൻ്റർവെൽസ് തന്നെ എടുത്തിടുക. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, അതങ്ങനെ തന്നെ എടുത്തിടണം. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് എക്സിൻ്റെ വാല്യൂ, അതായത് ഓരോന്നിൻ്റെയും ഏജിലെ ഓരോ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരുടെയും മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. 0 to 10 ആണെങ്കിൽ നമുക്കറിയാം 0 + 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. രണ്ടാമത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് 10 to 20 ആണ്. അതായത് 10 + 20 ഡിവൈഡഡ് ബൈ 2, അതായത് 15 വരും. അപ്പോൾ അങ്ങനെ ഓരോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിന് ശേഷമുള്ള കോളം എന്ന് പറഞ്ഞാൽ ഫോർത്ത് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. താങ്ക് യു.